ഹായ് എവ്രിവൺ. ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റേതായ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. ബേസിക്കലി നമ്മളൊരു മലയാളികളല്ല, ജനിച്ചതോ വളർന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതോ കേരളത്തിലൊന്നുമല്ല. സോ നമ്മുടെ ലാംഗ്വേജിൽ അതിൻ്റേതായ കുറേ തെറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. എണീറ്റപ്പോൾ തന്നെ ബെഡൊക്കെ സെറ്റാക്കും, ഇല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ തന്നെ കിടക്കും, രാത്രി വരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. എണീറ്റപ്പോൾ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് പിന്നെ ശരിയാക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ബോർ പോലെ തോന്നും. സോ മെസ്സി ആയിട്ടുള്ള ബെഡൊക്കെ സെറ്റ് ചെയ്യും ഫസ്റ്റ് എണീറ്റപ്പോൾ. പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കുന്നത്. പിന്നുണ്ടല്ലോ കുളിച്ച് ബ്രഷൊക്കെ ചെയ്യും, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുളിക്കും. അപ്പോൾ തന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. ഈ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഉണർന്നപ്പോൾ എല്ലാം ഉണ്ടല്ലോ ഒരു ഉറക്കപ്പിച്ചുണ്ടാവില്ലേ, അതൊക്കെ പോവും. സോ ഫ്രഷൊക്കെ ആയതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ മോർണിംഗ് പ്രെയർ ചെയ്യും. മോർണിംഗ് പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിൽ വെള്ളം ഫില്ലാക്കി വെക്കും. ഇത് ഞാൻ എപ്പോഴും മുടങ്ങാണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇല്ലെങ്കിലുണ്ടല്ലോ വെള്ളം കുടിക്കാനുള്ള മൂഡ് നമുക്ക് ഉണ്ടാവേയില്ല. ഞാനിപ്പോൾ നമ്മളെ തന്നെ ഇപ്പോൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡെയിലി 2 liters ഓഫ് വാട്ടറൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടാൽ കുടിച്ചു പോകും, ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോയി എടുത്ത് കുടിക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബോട്ടിൽ കാണുമ്പോൾ അത് കുടിച്ചു പോകും. അതിന് ശേഷം ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിടും. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്യും. ബാക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ ഇതൊന്ന് സെറ്റാവും, ഇല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ വാഷൊക്കെ ചെയ്യാനായിട്ട് നേരത്തുണ്ടല്ലോ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ വെച്ചു. വാപ്പാക്കുണ്ടല്ലോ ഇവിടെ നോർമലി കുറച്ച് വേഗം വേണം ചായ. വാപ്പാക്ക് നമ്മൾ മുമ്പ് ചായ കൊടുക്കും, നമുക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ്. പിന്നെ ഉണ്ടല്ലോ വീട് അടിച്ച് വാരി വൃത്തിയാക്കും. ഇത് ഞാനും അവളും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവൾ തൂക്കുവാണെങ്കിൽ ഞാൻ തുടക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരാൾക്കാവുമ്പോൾ അതൊരു കഷ്ടം പോലെ തോന്നും, പക്ഷേ രണ്ടാളും ഷെയർ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല ഹാപ്പി ഉണ്ടാവും. പിന്നെ നമ്മുടെ മിഡിലുള്ള ഒരു ബോണ്ടിങ്ങും നല്ല സ്ട്രോങ് ആവും. ഇതൊക്കെ പണീൻ്റെ ഇടയ്ക്കാണ് ബേബി എണീറ്റ് വരുന്നത്. അവന് ഫുഡൊക്കെ കൊടുത്തു. ഫുഡ് കൊടുക്കാൻ ഭയങ്കര വലിയ ടാസ്ക്കാണ്. ഫുഡ് ഇങ്ങനെ നോർമലി ഇങ്ങനെ കൊടുത്താൽ കഴിക്കില്ല. എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് എന്തൊക്കെയോ അതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയൊക്കെ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ മെഷീനിലുള്ള തുണിയൊക്കെ അലക്കിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും അതൊക്കെ പുറത്ത് കൊണ്ട് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ടിടുകയാണ്. ഇവിടെ ഉണ്ടല്ലോ നല്ലോണം വെയിലുള്ളത് പുറത്താണ്. അപ്പോൾ പുറത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും, ഇല്ലെങ്കിൽ ലേറ്റ് ആവും. ഇതിപ്പോൾ നമ്മൾ രാവിലെ ഇടുന്നതുകൊണ്ട് പെട്ടെന്നൊരു ഉച്ച കഴിയുമ്പോഴൊക്കെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ നമ്മൾ തുണിയൊക്കെ ഉണങ്ങാനിടുന്ന ടൈമിൽ ഈ ബേബിയും ഇടുന്നുണ്ടായിരുന്നു മിഡിൽ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ജ്യൂസ് കുടിക്കുന്ന ശീലം ഉണ്ടാവും. ഒരു മോർണിംഗിൻ്റെ എല്ലാ പണി കഴിഞ്ഞപ്പോൾ ഒരു ടയേർഡായിട്ടുണ്ടാവില്ലേ, അങ്ങനെ പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കുകയാണ്. മൊബൈലൊക്കെ നോക്കി നമ്മുടെ കഥയൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പം നമ്മളിങ്ങനെ പുറത്തിരുന്നിട്ട് കുടിക്കുമ്പോഴൊക്കെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു നല്ല ഫീലാണ്. നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ സാഡ് ആവട്ടെ സന്തോഷമാവട്ടെ എല്ലാം ഷെയർ ചെയ്യും. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ ബൗണ്ടറീസ് കുറേ വലുതാവണമെന്നൊന്നുമില്ല, ചെറിയ ബൗണ്ടറി ആയാലും മതി. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റല്ല വീഡിയോ ഇടുന്നത്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാത്തിൻ്റെ ആയിട്ടും മൈൻ. സോ ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.